ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അങ്ങനെ കാത്ത് നമ്മുടെ ഇന്നൊരു വാപ്പയും സിനുവിനൊരു ഉമ്മയുമാക്കിയ ഞങ്ങളുടെ ആദ്യത്തെ കൺമണി കയ്യോട്ട് ഇങ്ങനെ കയ്യോട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്നിന്റെ മോളിലെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഇങ്ങനെ ജനിച്ചിട്ട് 2 വർഷം തികയാണ്. എല്ലാ കുട്ടികൾക്കും 4-ാം മാസം നട്ടപ്പിരാന്ത് എന്ന് പറഞ്ഞ മാതിരി 2-ാം വയസ്സിൽ നട്ടപ്പിരാന്തുള്ള സുട്ടമണിയാണ്. അലമോളെ കുഞ്ഞിളമലരേ റബ്ബേകിയ നിഅ്മത്തല്ലേ, ഹൃദയത്തിന്നലകൾ തീർക്കും തെന്നൽ നീയല്ലേ. നേർമാർഗം നീ പുൽകേണം, സ്നേഹത്തിനു തണലാവേണം. തിരുദൂതർ കാട്ടിയ വഴിയിൽ തെല്ലും പതറാതെ, മണിമുത്തു കിലുങ്ങണ പോലെ കുഞ്ഞുമൊഴികൾ അതിശയമേറെ. മനതാരിൻ്റെ അതിർപ്പത്തിൻ ബാബു തുറന്നോളേ മെല്ലെ, അകതാരിൻ്റെ ജപാലെ പിരിശം ചൊരിയുന്നേ. ഇന്ന് പിറന്നാളിൻ സന്തോഷത്തിൽ അലമോൾ നിന്നില്ലേ. പനിനീരിൻ പൂവഴകാണ്, പെരിയോനേകിയ നിധിയാണ്. തഞ്ചം ഇടനെഞ്ചിൽ കൊഞ്ചും മുത്തഴകുത്തോളേ. ആലേഹാനൂഫൽ മോളെ അഴകേറും മരുമനിലാവേ, കുന്നതരം പുഞ്ചിരി പൊഴിയും കൺകുളിരായില്ലേ. അഹദിൽ ശുക്രൂതുന്നേ, 2-ാം പിറന്നാൾ വന്നേ. ആശംസയേകും മോളെ അബ്ബയുടെ പൊന്നേ. ആരോമൾ കൺമണിയേ അനുഗ്രഹമായി വന്നില്ലേ. മമ്മയുടെ പൊന്നേ മോളെ അബ്ബയുടെ കനിയേ. ഗായ്സ്, അങ്ങനെ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് പാട്ടൊന്നുമില്ല, ഓൺ വോയിസിൽ പാടാമെന്ന് വിചാരിച്ചു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പാടിയ പാട്ടിലെ 1-ാം പിറന്നാൾ എന്ന് മാറ്റിയിട്ട് അതിന് 2-ാം പിറന്നാളാക്കി. വലിയ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഗായ്സ്, പിറന്നാളിന്റെ ദിവസം കരയാൻ പാടില്ല അല്ലേ. ആ ബർത്ത്ഡേന്റെ ദിവസം കഴുത്തിലെന്താ ബാംഗിൾസ് നെക്ലസ് ഒക്കെ. എൻ്റെ വക അതാ, ഇതാണ് എൻ്റെ വക. ഓ അങ്ങനെ ഗായ്സ്, തലയൊക്കെ കെട്ടി. ഇപ്പം ഈ മുടി വെട്ടിക്കൊടുത്തൂടെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കെങ്കിലും മുടി വെട്ടണില്ല വെച്ചിട്ടാണ്. ഇനി വളർത്താൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് 2 വയസ്സ് തികയാണ് അല്ലേ. അടുത്ത ആള് ഇന്നെ കണ്ട ഓനെ അപ്പൊ അവിടുന്ന് നീക്കണം. ആരെയാണ് ബർത്ത്ഡേ? ഇതാ വരുന്ന എന്റെ സുന്ദരി. ഇപ്പത്തെ പഠിപ്പ് എന്താന്നറിയോ? കരഞ്ഞിട്ട് കവുന്ന് കിടക്കുക. കയറ് പിടിച്ച് അവിടെ കിടക്കും. ഇങ്ങോട്ട് പന്തം കാച്ചിട്ട് കുണ്ടിയിൽ കാച്ചുക. അതേമാതിരി കാച്ചേണ്ടി വരും. ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതിയാണ്. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഇന്നത്തെ
എൻ്റെ കുട്ടിയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക അല്ലേ. ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ കൊല്ലം എന്തൊക്കെയായിരുന്നു ആളും പരിചയം BMW കാറും ഒക്കെ ആയിരുന്നു. ഇക്കൊല്ലം അത് പോയിട്ട് എടുക്കാൻ തോന്നിയില്ല. ഇന്നിപ്പോ നോക്കിയേക്കാണി ഇന്നൊന്നുമില്ല. പക്ഷെ അന്നത്തെ BMW എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അന്ന് ഒരിക്കലും അലയന്റെ ബർത്ത്ഡേ ആഘോഷം മാത്രല്ല, അന്ന് മെയിൻ ആയിട്ട് അത്രയും വലിയ പരിപാടി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് വേറൊരാള് ഇൻസ്റ്റാഗ്രാമിന്റെ 1 മില്യൺ സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. അത് അത്ര ആരവായിരുന്നു. ആ ഒരു പരിപാടിക്ക് ശേഷം നമ്മളെല്ലാവരും ഇട്ടിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തായിരുന്നു. സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മക്കള് ബർത്ത്ഡേ നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ റിസോർട്ട് എടുത്തെങ്ങാണ്ട് ജസ്റ്റ് കൂടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വലിയൊരു പരിപാടിയായിട്ട് മാറി. ഓക്കെ, പക്ഷെ ഇപ്രാവശ്യം അതൊന്നുമില്ല. നോർമലായിട്ട് ഒരു പ്രാവശ്യമൊക്കെ മതി കേട്ടോ. ഇപ്രാവശ്യം അതൊന്നുമില്ല. ഇപ്രാവശ്യം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്ത് BMW എടുക്കണോ? ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ഓർമ്മക്കുള്ള ഒരു സംഭവം ഈ വീഡിയോയിൽ ഞെട്ടിക്കണേ എന്തായിരിക്കും? ഒരു ഓർമ്മക്കുള്ള സംഭവം ഞാൻ അതിലിട്ടിക്കണേ. അപ്പൊ അലയനെ ഫസ്റ്റ് ഈ പേരക്കുട്ടികളില് കണ്ടത് സൗഫിയുടെ 2 മക്കളിനെയും അലേഹനെയും മാത്രമാണ്. ഇവനെയും കണ്ടിട്ടില്ല, അലാനെയും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ആ ഒരു ഷോട്ടിന്റെ മൊബൈലിൽ കിടന്നിരുന്നു. അപ്പൊ ഞാനത് എടുത്തിട്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തായിരുന്നു. എനിക്ക് പഴയ മൊബൈൽ വീഡിയോസൊക്കെ കുറേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാം ഫോൺ റീസെറ്റ് ആയപ്പോൾ പോയി ഗൈസ്. അങ്ങനെ എന്തായാലും 2 വർഷം എത്ര പെട്ടെന്ന് ആയത്. 2 വർഷം കടന്നു പോയില്ല അലേഹ. സംഭവം ഇവിടെ ആരുടെയാണ് ബർത്ത്ഡേ എന്ന് എനിക്ക് അറിയില്ല. ആരുടെയാണെന്ന് അറിയില്ല. ഒരാൾ ഇവിടെ അതാ ഓളേക്കാൾ ഒരുക്കാണ് ഇവിടെ. പെറ്റത് ഓളാണ്. അതിന് ഓൾക്കാണ് കൂടുതൽ ഇത് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നോക്കിയൊക്കെ മൊബൈൽ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്പ്രേ എങ്ങാനും മൊബൈലിൽ കിട്ടൂലല്ലോ, മണം കിട്ടൂലല്ലോ അല്ലേ. എന്തിനാ നമുക്ക് ഫോട്ടോ? ഓക്കെ മക്കളെ, അലേഹ വലുതാവുമ്പോൾ എടുത്തിരുന്ന ഡ്രസ്സുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചെടുക്കുകയാണ്. അബ്ബ വീണ്ടും അബ്ബക്ക് പ്രായം കുറഞ്ഞു വരികയാണ് മോളെ. അമ്മക്ക് പ്രായം കൂടിയിട്ടും ട്ടാ. ഇന്റെ ലുക്കിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് കുറച്ച് കൂടുതലൊക്കെ ഇടേണ്ടി വരുന്നുണ്ട് ഇപ്പൊ. ആ കേട്ടോ, മേക്കപ്പ് ഒക്കെ അതാ. ആ സ്റ്റിക്കർ കയറിക്കോ, അത് അതാ എയ്മുണ്ട്. രസമുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എന്താക്കാം, പുറത്തത്തെ ഔട്ടിങ്ങും ഫുഡ് കഴിക്കണതും അലേഹക്ക് നെസ്റ്റോല് കൊണ്ടുപോയിട്ട് അലേഹനെ എന്താക്കാം കുറച്ചു നേരം കളിപ്പിക്കാം. അതിനായിട്ട് പോകണമെന്നല്ല, എന്നാലും ഒരു രസം. ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല ഗൈസ്, പാവം. ഞങ്ങൾക്ക് വീഡിയോ ഉള്ളുണ്ട് ഒരു കണ്ടന്റ് ആയി. ബർത്ത്ഡേ വരുന്നതും ആഘോഷം വരുന്നെങ്കിൽ അമ്മക്ക് ഒരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞ മാതിരി ഗൈസ്. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ ഇനി വരും വീഡിയോസിൽ ഞാൻ കാണിച്ചതൊക്കെ. ഇത്രയും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അത് ഒക്കെ ചെറുതാക്കാനുള്ളതാണ്, കാരണം ഒഴിവാക്കാൻ പറ്റൂല. കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ ഷർട്ടുകളാണ്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലൂസായിട്ട് ഞാൻ പറ്റ തടി കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യാണ്. തടി കുറഞ്ഞിക്കണ ഇപ്പം ഏകദേശം 77 കിലോനേ ഉള്ളൂ ഗൈസ്. എത്ര 94 കിലോ എന്നാണ് ഞാൻ 77 കിലോ ആയിട്ടുള്ളത് കേട്ടോ. അത് ഷുഗർ പിടിച്ച പോലെ ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് കുപ്പായ ഒരു മനസ്സിലാവുള്ളൂ. കുപ്പായ ഒരു കഴിഞ്ഞാൽ അടിപൊളി ബോഡിയാണ് കണ്ടോ. കൈയൊക്കെ കണ്ടില്ലേ. പക്ഷെ ഇവിടെ കുപ്പായ ഒരു നിൽക്കാൻ പറ്റൂലല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പിന്നെ മുഖത്തെ മാത്രം തടി കുറക്കാനൊന്നും പറ്റൂല. അതിനുള്ള സിസ്റ്റം ഒന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. അല്ല, മുഖത്തെ മാത്രം തടി വെച്ചിട്ട് മൊത്തം കളയാൻ പറ്റൂല. കളയുകയാണെങ്കിൽ ആദ്യം മുഖത്തുനിന്ന് പോവുക. അതുകൊണ്ട് നമുക്ക് മുഖം എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും പറയും ഷുഗർ പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തോ അസുഖമുണ്ട്, ആകെ കോലം കെട്ടിക്കണു. കാരണം വീട്ടിലെ തള്ളാൽക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കവിള് വെക്കുമ്പോഴാണ് ചെക്കൻ കവിള് വെച്ച് നന്നായിക്കൂടെന്ന് അറിയാം. അല്ലെങ്കിൽ ഒരിക്കലും തടി കുറഞ്ഞ് കേടന്നൂന്ന് അല്ലാതെ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. മെലിഞ്ഞു പോയിട്ട് നന്നായി എന്ന് ആരും പറയൂല. തടിച്ച നന്നായി എന്ന് എല്ലാവരും പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ആരും പറയൂല. അത് ഹോസ്പിറ്റലിൽ പോകുന്നത് സാധാരണവും ഹെൽത്ത് നോക്കുന്നത് അസാധാരണമായിട്ടും കാണുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മളെ സമൂഹത്തിലുണ്ട് ഗൈസ്. ഇവരെ പോലെയുള്ള ആൾക്കാർ ഈ ഓർത്തഡോക്സ് ഫാമിലി ഇല്ലേ, അതായത് ഉമ്മാക്കൊക്കെ ഞാൻ കവിള് വെക്കണതാണ് ഇഷ്ടം അല്ലേ.
ഞാൻ തടിക്കണല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അവരാരെ കുട്ടികൾ അവരാരെ നന്നാവണം ഇഷ്ടം. ആ അത് കൊറേ തടിച്ചാ മതി. അവരാര് കുട്ടികൾ നന്നാവണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നല്ലോണം തീറ്റിച്ച് കഴിഞ്ഞാൽ ചക്കപ്പോത്തായി കഴിഞ്ഞാല് വീട്ടേക്ക് നടക്കാനും വയ്ക്കൂല, ഇരിക്കാനും വയ്ക്കൂല. എന്നിട്ട് വീട്ടുകളെ ബോഡി ഷേമിങ്ങും നടക്കുന്ന കാണാനാ. കുറച്ചൊക്കെ ഒരു മീഡിയം തടി വേണം. വേഗോ എന്താണ് റബ്ബേ ഈ കാണുന്നത്? പവർ കൂടുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഈ വീഡിയോ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.